ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ ക്വിക്ക് സെറ്റിങ്സിനകത്ത് DND അല്ലെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കണ്ടിട്ടുണ്ടാവും. ഇതെന്ത് നമുക്കൊന്നും ഒരു പ്രയോജനമില്ലാത്ത എന്തെങ്കിലും ഫോണിലെ സെറ്റിങ്സ് ആയിരിക്കുമെന്ന് കരുതിയിട്ട് നിങ്ങൾ ഇന്നേ വരെ ഇത് എന്താണെന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടുണ്ടാവില്ല. എന്നാൽ നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ കിടക്കുന്ന ഏറ്റവും മികച്ച ഫീച്ചറുകളിൽ ഒന്നാണ് ഈ DND അല്ലെങ്കിൽ ചില ഫോണിൽ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് തന്നെ ഉണ്ടാകും. ഇത് ഓൺ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ ഇപ്പോൾ നമ്മളൊരു മരണ വീട് സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതു മതസ്ഥനായാലും അയാളുടെ ആരാധനാലയങ്ങളിൽ സന്ദർശിക്കുമ്പോൾ അതുപോലെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ജോലി സ്ഥലത്തൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ശബ്ദം നമുക്ക് വില്ലനാകാറില്ലേ? ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഫോൺ സൈലൻ്റ് ആക്കാൻ മറന്നാലും വളരെ കൃത്യതയോടെയും ഉത്തരവാദിത്തത്തോടെയും ആ സമയത്ത് നമ്മുടെ ഫോണിൽ എന്തൊക്കെ ശബ്ദം ഉണ്ടാക്കണ്ട, എന്തൊക്കെ ശബ്ദം ഉണ്ടാക്കണമെന്ന് നമ്മുടെ മൊബൈൽ ഫോൺ തന്നെ കൺട്രോൾ ചെയ്തു തരും. നമുക്ക് ആവശ്യമുള്ള കോളുകൾ മാത്രം വരും, നമുക്ക് ആവശ്യമുള്ള നോട്ടിഫിക്കേഷൻ്റെ ശബ്ദം മാത്രം കേൾക്കും. ഇനി നമുക്ക് ഒരു ശബ്ദവും കേൾക്കണ്ടെങ്കിൽ അതും ഇത് സെറ്റ് ചെയ്തു തരും. അതും നമുക്ക് ആവശ്യമുള്ള സമയത്ത് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഫോണ് സൈലൻ്റ് ആക്കി തരാൻ ഈ DND എന്ന് പറയുന്ന ഈ ഓപ്ഷനെ കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ അറിയാതെ പോയ ഫോണിലെ DND അല്ലെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് എന്താണെന്നും അത് എങ്ങനെ സെറ്റ് ചെയ്യാം, ഇത് എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം. ഭൂരിഭാഗം ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിനകത്തും ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് DND ക്വിക്ക് സെറ്റിങ്സിനകത്താണ് ഉണ്ടാകുക. എൻ്റെ ക്വിക്ക് സെറ്റിങ്സിനകത്ത് നിങ്ങൾക്ക് കാണാം, ഇവിടെ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ട്. അത് നിങ്ങളുടെ ക്വിക്ക് സെറ്റിങ്സിൽ എവിടെയെങ്കിലും കാണാൻ സാധിക്കും. ഇനി ഇവിടെയൊന്നും കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ക്വിക്ക് സെറ്റിങ്സ് എഡിറ്റ് ചെയ്യുന്നില്ലേ, അതിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്ന ഏതെങ്കിലും ലിസ്റ്റിൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുന്നതാണ്. ഇത് മറ്റൊരു കമ്പനിയുടെ മൊബൈൽ ഫോണാണ്. ഇതിനകത്തും DND ക്വിക്ക് സെറ്റിങ്സിനകത്തുണ്ട്. ഇവിടെ രണ്ടാമത്തെ പേജിൽ DND ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് കൊണ്ടുവരാനും സാധിക്കുന്നതാണ്. ഇനി ഇവിടെയൊന്നും നിങ്ങൾക്ക് ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ DND എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് DNDയുടെ ഓപ്ഷൻ കിട്ടും. അല്ലെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് തന്നെ സെർച്ച് ചെയ്യാം, അപ്പോഴും നിങ്ങൾക്ക് ഇതിൻ്റെ ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഞാൻ എൻ്റെ ഫോണിലെ ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം നിരവധി ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഇനി ഈ ഡു നോട്ട് ഡിസ്റ്റർബിൻ്റെ ആദ്യത്തെ ബട്ടൺ ഓപ്പൺ ചെയ്യുന്നതോടെ എൻ്റെ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ ആക്ടിവേറ്റ് ആകുന്നതാണ്. ഇങ്ങനെ തന്നെ ആക്ടിവേറ്റ് ആക്കണമെന്നില്ല. നമ്മുടെ സാധാരണ ക്വിക്ക് സെറ്റിങ്സിനകത്ത് ഈ ബട്ടൺ ഒന്ന് ഓൺ ചെയ്യാത്താൽ തന്നെ ടേൺ ഓൺ ചെയ്യേണ്ട ഓപ്ഷൻ വരും. നമുക്ക് ഇവിടുന്ന് ഓൺ ചെയ്യുകയും അവിടുന്ന് തന്നെ ഓഫ് ചെയ്യാനും സാധിക്കും. പക്ഷേ ഞാൻ ഇതിനകത്തുള്ള സെറ്റപ്പാണ് പറഞ്ഞു തരുന്നത്. അതിനുശേഷം നമുക്ക് ഓണും ഓഫും ആക്കാം. ഈ DND ആക്ടിവേറ്റ് ചെയ്യുന്നതോടെ നമ്മുടെ ഫോൺ പൂർണ്ണമായിട്ടൊന്നും സൈലൻ്റ് ആവില്ല. നമുക്ക് അലാറം കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കലണ്ടറിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച ഇവൻ്റൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് ശബ്ദം കേൾക്കാൻ പറ്റും. ഇനി നമുക്ക് ഇത് പലതരത്തിൽ കൺട്രോൾ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമുക്ക് സാധാരണയായിട്ട് മീഡിയയുടെ ശബ്ദം കേൾക്കാൻ പറ്റും. അത് നിയന്ത്രിക്കാനുള്ള ഒരു ഓപ്ഷനാണിത്. ഈ ബട്ടൺ നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മീഡിയയുടെ ശബ്ദം കേൾക്കില്ല. ഇപ്പം ഞാൻ എക്സാമ്പിൾ വോളിയം കൂട്ടി കാണിച്ചു തരാം. ഇതാ വോളിയം വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വാട്സപ്പ് മെസ്സേജോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ശബ്ദം കേൾക്കുന്നതാണ്. വോയിസ് ഓവർ കൊടുക്കുന്നത് കൊണ്ട് ഞാൻ ശബ്ദം മ്യൂട്ട് ചെയ്തതാണ്. ശബ്ദം വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വോളിയം കൺട്രോൾ വർക്ക് ചെയ്യില്ല. അതായത് മീഡിയവും എല്ലാം മ്യൂട്ടാകുന്നതാണ്. നമ്മൾ എന്ത് വീഡിയോ പ്ലേ ചെയ്താലും ശബ്ദം വർക്ക് ചെയ്യില്ല. അതിനുള്ളൊരു ഓപ്ഷനാണ് ഇത്. ഓണും ഓഫും ചെയ്യാം നമുക്ക് ആവശ്യത്തിന്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതാണ് ഏറ്റവും മികച്ച ഓപ്ഷൻ. ഞാൻ ഓൾറെഡി സ്ലീപ്പിൻ്റെ ടൈം സെറ്റ് ചെയ്തത് നിങ്ങൾക്ക് കാണാം. ഇത് ഞാൻ ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ സെറ്റ് ചെയ്ത സമയത്ത് നമുക്ക് ഫോൺ ഓട്ടോമാറ്റിക്കലി സൈലൻ്റ് ആവും. നമ്മൾ സെറ്റിങ്സിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ സൈലൻ്റ് ആവും. ഇനി ഇവിടെ പ്ലസ് ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ പള്ളിയിൽ പോകുന്നതായാലും അമ്പലത്തിൽ പോകുന്നതായാലും നമുക്കൊരു സമയം ഉണ്ടാവില്ല. ആ സമയം നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം മുകളിലൊരു ക്യാപ്ഷൻ കൊടുക്കണം. ഇനി ഇവിടെ എത്ര സമയം മുതൽ എത്ര സമയം വരെ നിങ്ങൾ കയറുന്ന സമയവും ഇറങ്ങുന്ന സമയവും ഇവിടെ സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. രണ്ടും നിങ്ങൾ ടൈം ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിങ്ങൾക്ക് റിപ്പീറ്റ് എന്ന് പറയുന്ന താഴത്തെ ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ ഏതൊക്കെ ദിവസം ഇത് റിപ്പീറ്റ് ചെയ്യണം അതൊക്കെ കൊടുത്തിട്ട് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ ഒന്നും മാത്രമല്ല, ഇതിനകത്ത് വീണ്ടും പ്ലസ് കാണാം. നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും ഇതിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ആദ്യത്തെ DND ഓപ്ഷൻ ഓൺ ആക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൽ കൊടുത്തിട്ടുള്ള ഷെഡ്യൂൾ ടൈമിന് കറക്റ്റായിട്ട് സൈലൻ്റ് ആവുകയും അത് ഓഫ് ചെയ്യേണ്ട സമയത്ത് കറക്റ്റായിട്ട് ഓഫ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു ഓപ്ഷനാണിത്. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് കോൾസ് ആൻഡ് മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് അതുപോലെ തന്നെ എവരി ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഓപ്ഷനും കാണാൻ സാധിക്കുന്നതാണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടപ്പെട്ടവരുണ്ടാവുമല്ലോ, അവർ വിളിക്കുമ്പോൾ മാത്രം നമുക്ക് കോൾ വരണം മെസ്സേജ് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കോൺടാക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഡു നോട്ട് ഡിസ്റ്റർബിലാണ് ഫോൺ ഉള്ളതെങ്കിലും അവർ വിളിക്കുന്ന സമയത്തും മെസ്സേജ് അയക്കുന്ന സമയത്തും നമുക്ക് കോളും മെസ്സേജും ഒക്കെ റിങ് ചെയ്യുന്നതാണ്. മറ്റുള്ളവർ വിളിക്കുമ്പോൾ നമുക്ക് ഒന്നും കേൾക്കില്ല, ഫോൺ സൈലൻ്റ് ആയിരിക്കും. ഇനി തൊട്ട് താഴെ
ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കിടക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷനും ശബ്ദവും ഒക്കെയാണ് സൈലൻ്റ് ആണെങ്കിലും വരേണ്ടത്, അത് ജസ്റ്റ് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ആ ആപ്ലിക്കേഷനിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ ശബ്ദം മാത്രമേ നിങ്ങൾക്ക് കേൾക്കൂ, മറ്റുള്ളവയൊക്കെ സൈലൻ്റ് ആയിരിക്കും. അവസാനമായി നിങ്ങൾക്ക് റിംഗ് ഫോർ റിപ്പീറ്റ് കോൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇത് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യമായിട്ട് വിളിക്കുന്നവരുണ്ടാവില്ല, ഇപ്പോൾ ഏത് നമ്പറിൽ നിന്നായാലും ആരായാലും നമ്മളെ അത്യാവശ്യമായിട്ട് വിളിക്കുന്നവർ ഒരു തവണ വിളിച്ച് 3 മിനിറ്റിനുള്ളിൽ അവർ രണ്ടാമതും വിളിക്കുകയാണെങ്കിൽ നമുക്ക് കോൾ റിങ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനൊക്കെ വേണമെങ്കിൽ മാത്രമേ ഓൺ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇതൊന്നും ഓപ്പൺ ചെയ്യേണ്ട. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഡു നോട്ട് ഡിസ്റ്റർബിലും ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.